ഹായ് ഓൾ. BGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിലെ മൂന്നാമത്തെ ബ്ലോക്ക് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് ഷോർട്ട് ഫിക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റാണ്. സോ ഇതിൽ കാര്യമായിട്ട് ഈ ഷോർട്ട് ഫിക്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ദെൻ അത് പിന്നീട് ഏതൊക്കെ രീതിയിലേക്ക് മാറി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. വെരി സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണ്. സോ നമുക്ക് ഷോർട്ട് ഫിക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാലോ. ഷോർട്ട് ഫിക്ഷൻ മീൻസ് ഷോർട്ട് സ്റ്റോറിക്കാണ് ഷോർട്ട് ഫിക്ഷൻ എന്ന് പറയാം. അഥവാ ഇത് നമുക്ക് പറയുന്നത് ഒരു സിംഗിൾ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് കുറച്ച് പ്ലോട്ടുകൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഫ്യൂ നമ്പേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് അത് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. ദെൻ ഈ ഒരു ആൻഷ്യൻ്റ് ടൈമിൽ എന്നൊക്കെ പറയുമ്പം ഈ ഒരു ഷോർട്ട് ഫിക്ഷനൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലായിരുന്നു. അഥവാ മിത്സ്, ഫാബിൾസ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ബട്ട് പിന്നീട് പോകെ പോകെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഷോർട്ട് ഫിക്ഷൻ, ഒരു ഷോർട്ട് സ്റ്റോറി എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇതിൽ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ള പല ക്യാരക്ടേഴ്സിനെയും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള പല ഷോർട്ട് സ്റ്റോറീസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഷോർട്ട് സ്റ്റോറി മാറി എന്നുള്ളതാണ്. അതാണ് കാര്യമായിട്ട് അതിൽ പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഷോർട്ട് ഫിക്ഷനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. 19th സെഞ്ചുറിയാണ് ഈ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഷോർട്ട് ഫിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഏജ് എന്ന് കണക്കാക്കപ്പെടുന്നത് 19th സെഞ്ചുറിയിലാണ്. അമേരിക്കൻ ഷോർട്ട് ഫിക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ കുറച്ച് പ്രത്യേകതകളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിതൊക്കെ ചെറുതായിട്ടൊന്ന് നോട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിന്നീട് ഉപകാരമാവും കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് ക്ലാസ് കേട്ട് മാത്രം പോകുമ്പോൾ പിന്നീട് ചിലപ്പോൾ അത് ഓർമ്മയിലൊന്നും നിൽക്കില്ല. അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു നോട്ട് കാര്യങ്ങളൊക്കെ വെച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഓർമ്മ വരാൻ ഹെൽപ്പ് ആവും എന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ ഈ ഒരു അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഒരു ബ്രീഫായിട്ടുള്ള നറേറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഫുള്ള് ആ ഒരു മെയിൻ പ്ലോട്ടിലേക്കായിരിക്കും ഇതിൻ്റെ ഫോക്കസ് മുഴുവനും പോയിട്ടുണ്ടാവുക. കുറച്ച് ഫ്യൂ ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ, ഇതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ ഇമോഷൻസ്, ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഒരു അമേരിക്കൻ ഷോർട്ട് ഫിക്ഷനിൽ കൂടുതലായിട്ടും കാണാൻ പറ്റിയിരുന്നത്. അതുപോലെ ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള തീംസിനെയൊക്കെ ഭയങ്കര ബ്രീഫായിട്ടുള്ള സംഭവത്തിലൂടെ നമുക്ക് തുറന്ന് കാട്ടിത്തരാണ് ഈ ഒരു അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻ എന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗോൾഡൻ ഏജ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 19th സെഞ്ചുറി മുതലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആവാൻ തുടങ്ങിയതും. ദെൻ ഏർലി 20th സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും. ദെൻ ഇപ്പോഴും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ അതാണ് ശരിക്കും നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ യൂണിറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ ഹെൻറി എന്ന് പറയുന്ന അയാൾ എഴുതിയിട്ടുള്ള ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ ആദ്യം പറയുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം എന്താണ് എഴുത്ത് എന്നുള്ളതിന് മുന്നേ നമുക്ക് ആ എഴുത്തുകാരെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഹെൻറി എന്നുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്ന് ചെറിയ രീതിയിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹെൻറി എന്നത് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള നെയിം വില്യം സിഡ്നി പോട്ടർ എന്നാണ്. സോ അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ്, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന തൂലിക നാമം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് അദ്ദേഹം ഹെൻറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1862 മുതൽ 1910 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പോപ്പുലർ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു അദ്ദേഹം ഓഫ് ദ ഏർലി 20th സെഞ്ചുറിയിൽ കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സോ നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിക്ഷനെ കുറിച്ചിട്ട് എന്ത് ചോദിച്ചാലും നമ്മൾ ഈ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് എഴുതണം. അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്സിലുള്ള പ്രത്യേകത തന്നെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എൻഡിങ് തന്നെയാണ്. ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ട്വിസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലധികം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓർഡിനറി പീപ്പിൾസിൻ്റെ ഒക്കെ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള, ഹ്യൂമറസ് ആയിട്ടുള്ള ഒക്കെ ഒരു പോർട്രയൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതിൽ കാണാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ തീമുകൾ അധികം വരിക എവരിഡേ അമേരിക്കൻ ലൈഫ്, അല്ലെങ്കിൽ ലവ്, അല്ലെങ്കിൽ സാക്രിഫൈസ്, ഹ്യൂമൻ കണ്ടീഷൻസ്, സിമ്പതി, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് തീമായിട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കാണാം. അതുപോലെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദെൻ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാൻ. നമുക്കൊരു റൈറ്ററെ കുറിച്ചിട്ട് എഴുതുമ്പോൾ നമുക്കൊരു ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതണം. സോ അതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കി ഒന്ന് ഷാറാക്കി എഴുതിയാൽ മതി. സോ നമുക്ക് ഇനി ഇതിൻ്റെ ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ മെയിൻ സമ്മറിയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു 20ാം നൂറ്റാണ്ടിലുള്ള ഒരു തണുപ്പുള്ള ഒരു രാത്രി. ആ രാത്രിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ താൻ പതിവ് കാര്യം ചെയ്യുന്നത് പോലെ തന്നെ
കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ. സോ അദ്ദേഹം തൻ്റെ വടിയും പിടിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചുമതലയുണ്ടല്ലോ. സോ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നിരീക്ഷിച്ചിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ഹാർഡ്വെയർ കടയുടെ വാതിൽക്കൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ പോലീസുകാരൻ അയാളെ ശ്രദ്ധിക്കുകയാണ്. അയാൾ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ പോലീസുകാരൻ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു കുഴപ്പക്കാരനല്ല എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. തൻ്റെ പേര് ബോബ് ആണെന്നും ഒരു 20 വർഷം മുമ്പ് തൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്ന ജിമ്മി വെൽസ് എന്ന് പറയുന്ന സുഹൃത്തിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള വിവരങ്ങളൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ബോബ് പറയുന്നു. അഥവാ ന്യൂയോർക്കിൽ ഒരുമിച്ച് വളർന്ന ഒരു സഹോദരങ്ങളെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നതെന്നും 20 വർഷത്തിന് മുമ്പ് താൻ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെസ്റ്റിലേക്ക് പോയി എന്നും ജിമ്മി ഇവിടെ ന്യൂയോർക്കിൽ തന്നെ നിന്നു എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ഒരു പോലീസുകാരനോട് പറയാണ്. പോകുന്നതിന് മുമ്പ് അവസാനം അവർ കണ്ടുമുട്ടിയിട്ടുള്ള ബിഗ് ജോ ബ്രാഡി എന്ന റെസ്റ്റോറൻറ്റ് നിലനിന്നിരുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അഥവാ 20 വർഷം കഴിഞ്ഞ് കൃത്യം അതേ ദിവസം അതേ സമയത്ത് അവർ ഒരുമിച്ച് കൂടും എന്ന് അവർ വാക്ക് കൊടുത്തിരുന്നു. സോ ബോബ് താൻ പടിഞ്ഞാറ് പോയി വലിയ ഒരു പണക്കാരായതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വെസ്റ്റിലേക്ക് പോയിട്ട് നല്ല ഒരു പണക്കാരനായി എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഭയങ്കരം ഒരു വെൽത്തി ആയിട്ടുള്ള ഡ്രസ്സുകൾ, വാച്ചുകൾ, റിങ്സ് അതൊക്കെയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ഒരു വെൽത്തി മാൻ ആണെന്നുള്ളത് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി ഇത്രയും കാലം ന്യൂയോർക്കിലായിരുന്നു, ഒരു 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 ജോലിയുമായിട്ട് വെറുതെ കഴിഞ്ഞു കൂടേണ്ടി വന്നു എന്നൊക്കെയുള്ള ഒരു സങ്കടം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാണ്. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് ഒരു ഉയരം കൂടിയിട്ടുള്ളൊരു മനുഷ്യൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ ജിമ്മിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തുകയും അവർ ഭയങ്കര ആവേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലിംഗനം ചെയ്യുകയും ഒക്കെ ആ ഒരു സൗഹൃദം പരിപാലിച്ചല്ലോ എന്നുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്ദി പറയുകയും ചെയ്ത് അവരങ്ങനെ കൈകളൊക്കെ കോർത്ത് ഇങ്ങനെ ആ ഒരു നഗര വീതിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പം രാത്രിയാണല്ലോ, ഇരുട്ടാണല്ലോ, തന്നെ ഒപ്പമുള്ള ആളെ ശരിക്കും ഒരു വെളിച്ചത്തിൽ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മരുന്ന് കടയിൽ മുന്നിലെത്തിയപ്പോഴും ആ ഒരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിച്ചപ്പോൾ ബോബ് എന്ന അദ്ദേഹത്തിന് ആ ഒരു സത്യം മനസ്സിലാവാണ്. താൻ ഇത്രയും കാലം തൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ ആൾ ഇതല്ല, ഇതാൾ മാറിയിരിക്കുന്നു. തൻ്റെ ഓർമ്മയിലുള്ള ജിമ്മി ഒരിക്കലും ഇങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മൂക്ക് ഇങ്ങനെയല്ല എന്നൊക്കെ ഉള്ളത് അദ്ദേഹം തിരിച്ചറിയാണ്. അപ്പം താൻ എൻ്റെ ജിമ്മിയല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറയുമ്പം ശരിയാണ്, ഞാൻ തൻ്റെ ജിമ്മിയല്ല, ഞാനൊരു സാധാ ഒരു പോലീസുകാരനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് അയാൾ പറയാണ്, ഞാൻ സിൽക്കി ബോബ് എന്നറിയപ്പെടുന്ന ബോബായിട്ടുള്ള നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത്രയും കാലമായിട്ട് ചിക്കാഗോ പോലീസ് നിന്നെ തേടി അലയുകയായിരുന്നു എന്നും നീ അത്രയും വലിയ ഒരു കുറ്റവാളിയാണ്, അതുകൊണ്ടാണ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അദ്ദേഹം പറയാണ്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അയാൾ ബോബിന് ഒരു ചെറിയൊരു ലെറ്റർ അദ്ദേഹത്തിന് കൈമാറാണ്. ആ ഒരു കുറിപ്പ് ശരിക്കും എഴുതിയത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സുഹൃത്തായിട്ടുള്ള ജിമ്മി വെയിൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എഴുതിയത്. ആ ഒരു കത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ബോബ്, ഞാൻ കൃത്യസമയത്ത് സ്ഥലത്തേക്ക് വന്നിരുന്നു. ശരിക്കും ആദ്യം വന്ന ആ പോലീസുകാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ ചിക്കാഗോ പോലീസ് തിരയുന്ന ഒരു ആളാണ് എന്നുള്ളത് നിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പോലീസുകാരനെ പറഞ്ഞയച്ച് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് എന്നുള്ള വിവരം അദ്ദേഹം ആ ഒരു ലെറ്ററിലൂടെ കൈമാറാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇതോടുകൂടെ ഈ ഒരു സ്റ്റോറി എൻഡ് ആവും. പക്ഷേ ഈ ഒരു ഷോർട്ട് സ്റ്റോറി നമുക്ക് പങ്കുവെക്കുന്ന കുറച്ച് തീമുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു തീമാണ്. അഥവാ വളരെ അടുത്ത ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന ജിമ്മി വെയിൽസ്, അതുപോലെ ബോബ്, അത് ഒരാൾ പോലീസുകാരനാണെങ്കിലും മറ്റേ ആളെന്താണ് പിടികിട്ടാപ്പുള്ളിയാണ്. അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു 20 വർഷം മുമ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അന്ന് ഇപ്പോൾ കൊടുത്തൊരു വാക്ക് പാലിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ധാർമ്മികമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അഥവാ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ ജിമ്മിക്ക് എന്താണ് നിയമം പാലിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യലും അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. പക്ഷേ അതേ സമയം തന്നെ തൻ്റെ ബോബിനോടുള്ള ആ ഒരു സൗഹൃദമായിട്ടുള്ള ബന്ധം അങ്ങനെ അവനെ നിയമത്തിൽ നിന്ന് കൈമാറുന്നതിന് അദ്ദേഹം പിന്തിരിയാണ് സ്വയമായിട്ട്. കാരണം അത്രയും സ്നേഹിച്ച, ഇനി എങ്ങനെയൊക്കെ പിടികിട്ടാപ്പുള്ളിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ സൗഹൃദത്തിന് കൊടുത്തൊരു വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു വാല്യൂവിലാണ് ആ പിടികിട്ടാപ്പുള്ളി ആയിരുന്നിട്ടും ആ ഒരു വെളിച്ചത്തിലേക്ക് അദ്ദേഹം വരാൻ കാരണമായത് എന്താണ്? തൻ്റെ സുഹൃത്തിന് കൊടുത്ത ഒരൊറ്റ വാക്കാണ്. സോ അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ അതാണ് അവിടെ പറയുന്നത്.
അങ്ങനെ അവസാനം തന്നെ ജിമ്മി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെക്കാൾ കൂടുതലായിട്ട് എന്താണ് ഔദ്യോഗിക കർത്തവ്യത്തിന് പ്രാധാന്യം നൽകുന്നു. എങ്കിലും അദ്ദേഹത്തെ എന്താണ് സ്വന്തം കൈക്കൊണ്ട് സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യാതെ മറ്റൊരു പോലീസുകാരനെ അയച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ആ ഒരു സൗഹൃദ ബന്ധം ഒരിക്കലും പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. മറ്റൊരു തീമാണ് ടൈം ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത്. അഥവാ 20 വർഷം എന്നൊരു വലിയൊരു കാലയളവുണ്ടല്ലോ, അതിൽ മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കഥ മനസ്സിലാക്കുക. 20 വർഷം കൊണ്ടുള്ള രണ്ട് പേരുടെയും ജീവിതം എങ്ങനെയൊക്കെയായി. ഒരാൾ നല്ലൊരു രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയെന്നെങ്കിൽ മറ്റേയാൾ എന്താണ് ഒരു കുറ്റവാളിയായിട്ട് മാറുന്ന ആ ഒരു സ്വഭാവം, ആ ഒരു വ്യത്യാസം, ആ ഒരു കാലത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. അതുപോലെ ഒരുപോലെ വളർന്ന സുഹൃത്തായിരുന്നിട്ടും 20 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് ജിമ്മി നിയമം പാലിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടും മറ്റേയാൾ എന്താണ് നിയമം തെറ്റിക്കുന്ന ഒരു കുറ്റവാളിയായിട്ടാണ് മാറുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു തീം എന്ന് പറയുന്നത് അപ്പിയറൻസ് വിസസ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അഥവാ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരാളുടെ പുറമെയുള്ള സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ രൂപം കണ്ടിട്ട് അയാളുടെ യഥാർത്ഥ സ്വഭാവം കണക്കാക്കാൻ പറ്റും ഒരിക്കലുമില്ല. ആ രണ്ടും തമ്മിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ബോബിൻ്റെ ഒരു രൂപം നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര വില കൂടിയ വസ്ത്രങ്ങൾ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡയമണ്ട് ആയിട്ടുള്ള ഒരു പിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വാച്ച് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ അദ്ദേഹം എന്താണ് ഭയങ്കര വിജയവും ഭയങ്കര സമ്പത്തും ഒക്കെ ഉള്ള ആളായിട്ട് അയാൾ എന്താണ് സ്വയം നടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ആഡംബരങ്ങളൊക്കെ എന്താണ് അയാൾ എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള വഴിയിലൂടെ ആണ് അദ്ദേഹം നേടിയതെന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബാഹ്യ രൂപം എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജിമ്മിയുടെ രൂപമാണെങ്കിലോ ലളിതമായിട്ടുള്ളൊരു പോലീസ് യൂണിഫോം ധരിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നഗരത്തിലെ നിശബ്ദമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ട് മാത്രം ആണ് അദ്ദേഹത്തിന് കാണപ്പെടുന്നത്. എന്നാൽ അവൻ്റെ എന്താ പറയുക ആ ഒരു അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിന് പിന്നിലെന്താണ് ഉയർന്ന ഒരു മോറൽ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 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 റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ മൂന്ന് ആശയങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടായത്. ഈ ഒരു മൂന്ന് തീമും അതിൻ്റെ എന്താണ് മെയിൻ പില്ലേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോ സ്റ്റൈലും കൂടെ നോക്കിയിട്ട് നമുക്കൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രോ സ്റ്റൈലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്യുക. അതുപോലെ ഷോർട്ടാണ് ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്ന ഒരു രീതിയാണ്. ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഴുത്തായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു അർബൻ സ്റ്റൈലിലുള്ള ഒരു എഴുത്തായിട്ട് റിച്ച് ഇൻ ഡയലോഗ് എന്നാണ് പറയുന്നത്. ഒരു സസ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള മീനിങ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ലോയാലിറ്റിനെ കുറിച്ചിട്ട്, ഡ്യൂട്ടിനെ കുറിച്ചിട്ട്, ആ ഒരു ടൈമിൻ്റെയും ആ ഒരു കാലത്തിൻ്റെയൊക്കെ ഒരു ചേഞ്ചിനെ കുറിച്ചിട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോ സ്റ്റൈലാണ് അദ്ദേഹം യൂസ് ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു 2 യൂണിറ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. സോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ബൈ.